തിരുവചനം തിരുവചനം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്നും പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലവും നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ശ്രവിച്ച വചനത്തിൻ്റെ പൊരുളുകളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഈ സമയത്ത് ഞങ്ങളെ നയിക്കട്ടെ. ജെറമ്യാ പ്രവചനം 15-ാം അധ്യായം 15. കർത്താവെ, ഞങ്ങളെ സന്ദർശിക്കണമേ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഈ സമയത്ത് ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യവും അഭിഷേകവും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധ വചനം കേട്ടുകൊണ്ടിരിക്കെ നമ്മളിലേക്ക് ഒരു കൃപയൊഴുകുന്ന ദൈവ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നന്മയുള്ള നിമിഷങ്ങളാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ വചനത്തെ അതിൻ്റെ ആഴങ്ങളിലേക്കും അതിൻ്റെ ഉറവിടങ്ങളിലേക്കും ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ബലപ്പെടാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചതും ധ്യാനിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും. അവിടെ വളരെ വ്യക്തമായി ചില ആത്മീയ സാധനകളിൽ, ചില പുണ്യ അനുഷ്ഠാനങ്ങളിൽ നാം പുലർത്തേണ്ട വിവേകത്തെക്കുറിച്ച് ഈശോ വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മളെല്ലാം ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് വ്യക്തിപരമായി ചില ആത്മീയ അനുഷ്ഠാനങ്ങൾ ഉള്ളവരാണ്. പരിശുദ്ധ കൂദാശകൾ, പരിശുദ്ധ ബലിയർപ്പണങ്ങൾ, പരിശുദ്ധ പ്രാർത്ഥനകൾ, പരിശുദ്ധ ധ്യാനങ്ങൾ, എത്രയോ ആത്മീയ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അച്ഛനിപ്പോൾ ഈ ഒരു വചനം വ്യാഖ്യാനിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഈ നാളുകളിൽ അച്ഛൻ കണ്ടുമുട്ടിയ അത്രമേൽ ആഴമായ പ്രാർത്ഥനയുള്ളൊരു മനുഷ്യൻ. ഒരുപക്ഷെ ഈ മനുഷ്യനെ പോലെ പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. രാവിലെ 3 മണിക്ക് മനുഷ്യൻ്റെ പ്രാർത്ഥന ആരംഭിക്കും. ആദ്യം വ്യക്തിപരമായ ചില പ്രാർത്ഥനകളാണ്, പിന്നെ കുരിശിൻ്റെ വഴിയാണ്, അത് കഴിഞ്ഞ് കരുണയുടെ ജപമാലയാണ്, അത് കഴിഞ്ഞ് പിന്നെ ദേവാലയത്തിലേക്ക് പോകാനുള്ള സമയമായി. പ്രാർത്ഥിച്ച് അണിഞ്ഞ് ഒരുങ്ങി ദേവാലയത്തിൽ ചെന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന കഴിഞ്ഞ് അരമണിക്കൂർ പള്ളിയിലിരുന്ന് പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് ഈ മനുഷ്യൻ ഭവനത്തിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. വീണ്ടും ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥനയാണ്, സായാഹ്നത്തിൽ പ്രാർത്ഥനയാണ്, കിടക്കുന്നതിന് മുമ്പും പ്രാർത്ഥനയാണ്. എന്തൊരു പ്രാർത്ഥന നിറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. ഈ മനുഷ്യൻ്റെ മുൻകോപത്തിനോ ഈ മനുഷ്യൻ്റെ വെറുപ്പിനോ യാതൊരു വ്യത്യാസവുമില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ അത് മാത്രമേ ഉള്ളൂ. ഉപവസിക്കുന്നുണ്ടോ ആഴ്ച 2 ദിവസം ഉപവസിക്കുന്നുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവുമില്ല. ബലിയർപ്പണത്തിൽ ഒരു മുടക്കവുമില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ മുൻകോപത്തിൽ ആ കുടുംബത്തിൽ സമാധാനമില്ല. ഈ മനുഷ്യൻ്റെ വെറുപ്പ് മനുഷ്യൻ മാറ്റിയിട്ടില്ല.
ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം. ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വരുവിൻ. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ്. എന്തൊരു അഭിഷേകമാണ് ഈ വചനം, പ്രിയപ്പെട്ടവരെ. ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വാ. നിന്റെ വസ്ത്രം അല്ല കീറേണ്ടത്, ഹൃദയമാണ്. ഭക്തി കാണിക്കാൻ, അനുതാപം കാണിക്കാൻ വസ്ത്രം കീറിക്കൊണ്ടിരുന്ന യഹൂദൻ്റെ കണ്ണിലേക്ക് നോക്കി ദൈവം പറയാണ്, അങ്ങനത്തെയുള്ള ഒരു പരിപാടി നീ നിർത്ത്. വസ്ത്രം കീറിക്കൊണ്ടിരിക്കുന്ന യഹൂദനെ നോക്കി ദൈവമായ കർത്താവ് പറയുകയാണ്, അനുതാപത്തിൻ്റെ ബാഹ്യ അടയാളങ്ങളും ബാഹ്യ അനുഷ്ഠാനങ്ങളും അവസാനിപ്പിക്കുക. എന്നിട്ട് നിന്റെ ഹൃദയത്തെ നീ ഒന്ന് പരിശോധിക്കുക. സങ്കീർത്തനം 139-ാം അധ്യായത്തിൻ്റെ 23. കർത്താവേ, അങ്ങെന്നെ പരിശോധിച്ചറിയണമേ. വിനാശത്തിൻ്റെ പാതയിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നതെന്ന് നീ നോക്കണമേ. ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനാകാൻ, പുണ്യപൂർണ്ണത പ്രാപിക്കാൻ അത്രമേൽ ആഴമായ പ്രാർത്ഥന വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്രമേൽ ശക്തമായ പരിത്യാഗം വേണമെന്ന് നിർബന്ധമില്ല. മുള്ളരഞ്ഞാണം കെട്ടിയും താപസ ജീവിതചര്യകളിലൂടെ കടന്നുപോയും വിശുദ്ധിയുടെ പരമപദം പൂകിയ അനേകരെ കത്തോലിക്ക സഭയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെയും അനുദിന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചും കൃപയിൽ ആഴപ്പെട്ടും വളരെ എളുപ്പത്തിൽ വിശുദ്ധിയിലെത്തിയ വിശുദ്ധാത്മാക്കളും ഉണ്ടല്ലോ. ഈ നാളുകളിൽ പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ നല്ല ഭാഗവും ചെലവഴിച്ചത് ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലാണ്. ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധനൊന്ന് ചിലപ്പോൾ ഭാവിയിൽ ആ മനുഷ്യൻ സൂചിപ്പിക്കപ്പെട്ടേക്കാം. കാർലോ അക്വിത്താസ്. ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, 15-ാമത്തെ വയസ്സിൽ ഈ ബാലൻ മരിച്ചുപോയി. ഈ അടുത്ത നാളുകളിലാണ് ദൈവദാസനായി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ചെറുപ്പക്കാരൻ്റെ ഖബറിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവഹിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളിലും രാവും പകലും ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിൽ അനേക സമയം ചെലവഴിച്ചത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ മുഴുവൻ അദ്ദേഹം കണ്ടെത്തി. ശാസ്ത്രീയമായ തെളിവുകളുള്ള പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റിലൂടെ അനേകർ വിശ്വാസം സ്വീകരിച്ചു. അങ്ങനെ ഇറ്റലിയിൽ അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ യൂക്കറിസ്റ്റിക് എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഓർക്കണം, 12-13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതാണ്. പക്ഷെ 15-ാമത്തെ വയസ്സിൽ ലുക്കീമിയ എന്ന രോഗം ബാധിച്ച് ഈ ചെറുപ്പക്കാരൻ രോഗക്കിടക്കയിലായി. അങ്ങനെ മരണത്തിന് 5 ദിവസം മുമ്പ് മരണം ഉറപ്പിച്ച ഡോക്ടർ പറഞ്ഞു, മരിക്കാൻ താങ്കൾക്ക് മടിയുണ്ടോ? മരിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? പക്ഷേ ഈ ബാലൻ്റെ മറുപടി, ഈ ചെറുപ്പക്കാരൻ്റെ മറുപടി, എനിക്ക് മരിക്കുന്നതിൽ സന്തോഷമാണ്. കാരണം ജീവിതത്തിൽ ഇന്നുവരെ ദൈവത്തിന് സങ്കടം കൊടുക്കുന്ന ഒരു ചെറിയ കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനു ഭയപ്പെടണം? ദൈവം എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോവില്ലേ? ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം പഠിച്ചപ്പോൾ കഠിനമായ തപചര്യകളോ കഠിനമായ ഉപവാസങ്ങളോ ആഴപ്പെട്ട പരിത്യാഗങ്ങളോ ഒന്നും കണ്ടില്ല. മറിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി സർവ്വ ആഡംബരങ്ങൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ മുമ്പിലിരുന്ന ഒരു തനിമയുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു, അവൻ്റെ ശരീരവും മനസ്സും വിശുദ്ധമായിരുന്നു. അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ അവൻ വീഴ്ച വരുത്തിയില്ല. ഇപ്പോൾ ഇതാ ഒരു വിശുദ്ധനാകാൻ ഒരുങ്ങുന്നു. അതാ പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ കാര്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ പുലർത്തേണ്ട ചില വ്യത്യസ്തതയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണ പോലെ നീ പ്രാർത്ഥിക്കണ്ട. എല്ലാവരും ദാനം കൊടുക്കണത് പോലെ നീ കൊടുക്കണ്ട. എല്ലാവരും ഉപവസിക്കണ പോലെ
നീ ഉപസിക്കുകയും വേണ്ട. നിന്റെ ജീവിതത്തിൻ്റെ വഴികളിൽ, നിന്റെ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ നീ അടിസ്ഥാനപരമായി പുലർത്തേണ്ട ചില വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത നിന്നെ വിശുദ്ധനാക്കാം, ആ വ്യത്യസ്തത നിന്റെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കാം. അങ്ങനെ ഒരു വ്യത്യാസം നിന്റെ ജീവിതത്തിൻ്റെ സർവ്വകൃപയുടെയും കേദാരമായി മാറ്റപ്പെടാം. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത് ഈശോ പറയാണ്, നിന്റെ പ്രാർത്ഥനയിൽ നീ ചില വ്യത്യാസം കാണിച്ചേ പറ്റൂ. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിനക്കൊരു തനിമയുണ്ടാവണം. നിനക്ക് നിൻ്റേതായി ചില പ്രത്യേകതകൾ ഉണ്ടായേ പറ്റൂ. ഇവിടെ പ്രാർത്ഥനയിൽ ദൈവം ആരുടെ കൂടെയാണ്? സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 18 തിരുവചനം. 34 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. നുറുങ്ങിയ സങ്കീർത്തനം 51:17 ദാവീദിൻ്റെ കണ്ണീരിൽ ചാലിച്ചൊരു വാചകം കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ആ വാക്യം എങ്ങനെയാണ്? ഹൃദയം നുറുങ്ങിയവരെ, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കില്ല. ഉരുകിയ മനസ്സ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലിയായി മാറുന്നു. നുറുങ്ങിയ ഹൃദയം ദൈവത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത അനുഗ്രഹമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, വചനം അതിൻ്റെ കാതലോടെ നമുക്ക് ധ്യാനിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് ഹൃദയം നുറുങ്ങുമാർ നിലവിളിക്കുന്നവൻ്റെ പ്രാർത്ഥനയിലേക്കാണ്. അതിന് മറ്റൊരർത്ഥം കൂടെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പം ഹൃദയം നുറുങ്ങാത്തവന് കർത്താവ് സമീപസ്ഥനല്ല. ബൈബിളിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളിൽ അനേക തവണ നമ്മളിങ്ങനെ കണ്ണീര് എന്നൊരു പദം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഹന്ന പ്രാർത്ഥിക്കുന്നത് കണ്ണീരിൽ കുതിർന്ന അനുഗ്രഹമായി മാറുന്നത് നാം കാണുന്നില്ലേ? അതായത് നമ്മളൊരു ഐസ് കട്ട എടുത്തിട്ട് ഈ ഐസ് കട്ടയിലേക്ക് അത്രമേൽ കാഠിന്യമുള്ള, അത്രമേൽ ബലമുള്ള ഈ ഐസ് കട്ടയിലേക്ക് ഒരു വസ്തു നിക്ഷേപിച്ചാൽ അതിലേക്ക് അതിന് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതേ ഐസ് കട്ടയെ ഒരു പാത്രത്തിലെടുത്ത് അതിനെ അലിയിപ്പിച്ച് അതിനെ ദ്രാവകമാക്കി മാറ്റിയിട്ട് അതിലേക്ക് ഒരു വസ്തു നിക്ഷേപിച്ചാൽ അതിനകത്തേക്ക് അത് പ്രവേശിക്കും. വചനം വളരെ വ്യക്തമാണ്. ഹൃദയം നുറുങ്ങിയവർക്കാണ് കർത്താവിൻ്റെ കരുണയും സ്നേഹം ഒഴുകുക. അങ്ങനെ കാഠിന്യമായൊരു ഹൃദയം, മരവിച്ചു പോയ മനസ്സ്, അതിനകത്തേക്കൊരു അനുഗ്രഹത്തിന് യാതൊരു സാധ്യതയില്ല പ്രിയപ്പെട്ടവരെ. മർക്കോസിൻ്റെ സുവിശേഷം 3 അധ്യായത്തിൻ്റെ 5 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ ഹൃദയകാഠിന്യത്തിൽ അതീവമായി ദുഃഖിച്ചവൻ പറഞ്ഞു, ആ കൈ സൂക്ഷിച്ചവനോട് നീ കൈ നീട്ടാൻ. കർത്താവ് സങ്കടപ്പെടുന്നത് നമ്മുടെ ഹൃദയകാഠിന്യത്തിലാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കേണ്ട സമയമായി. ഇത്രയും കൈകൂപ്പി അല്പം ഒന്ന് മസിൽ പിടിച്ച് ഇത്തിരി തൻ്റെ ഇടത്തോടെ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്നത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തോത് കുറയ്ക്കുമെന്നല്ലാതെ പുണ്യമൊന്നുമില്ല. മറിച്ച് നിലവിളിയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റുക, നിറ കണ്ണുകളോടെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നോക്കാൻ പറ്റുക. അവിടെ അഭിഷേകമുണ്ട്, അവിടെ ഒരു അനുഗ്രഹമുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈശോ ഇങ്ങനെ ഓരോ മനുഷ്യരുടെയും പ്രവൃത്തികൾക്ക് ഇങ്ങനെ മാർക്കിടുകയാണ്. പണ്ട് ദേവാലയത്തിലിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കെ മനുഷ്യർ വന്ന് നേർച്ചയിടുമ്പോൾ അവനിങ്ങനെ മാർക്കിടുന്നുണ്ട്. അതിൽ 1ാം സ്ഥാനം കിട്ടുന്നത് ഒരു ദരിദ്രയായ വിധവയ്ക്ക. അതല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായി 2 പേര് കടന്നു പോകുമ്പോൾ അല്പം മാറി നിന്ന് ഈശോ പറയാണ്, ഇതാ ഒരു ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, ഒരു പരിസേനും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. പക്ഷേ മാർക്ക് വന്നപ്പോൾ അതിൽ മുൻപന്തിയിലെത്തിയത് ദേവാലയത്തിൻ്റെ പുറകിലിരുന്ന് മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ദൈവമേ പാപിയാ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരനായിരുന്നു. അനുദപിക്കുന്നതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ മാർക്കിടുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 7 അധ്യായത്തിൻ്റെ 35 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ശിമയോൻ്റെ വീട്ടിൽ കർത്താവ് ഒരു വിരുന്നിന് പോയി. ആ വിരുന്നിൻ്റെ ഇടയ്ക്ക് ഒരു പാപിനിയായ പെൺകുട്ടി വന്ന് കണ്ണുനീര് കൊണ്ട്
അവൻ്റെ പാദം കഴുകി തുടച്ച് തോർത്തിയപ്പോൾ ഈശോ പറഞ്ഞൊരു വാചകമുണ്ട്, ഇവളാണ് അധികം സ്നേഹിച്ചത്. മാർക്ക് വീഴുന്നത് അധികം സ്നേഹിച്ച ഈ പെൺകുട്ടിക്കാണ്. അതായത് പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് പ്രവേശിച്ചാൽ നിൻ്റെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ആർദ്രതയുണ്ട്, അനുതാപമുണ്ട്, നുറുങ്ങിയ മനസ്സിൻ്റെ അഭിഷേകം. അത് നിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. ഈശോ പറയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് മുറിക്കകത്ത് കയറി രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. പക്ഷെ ആ പ്രാർത്ഥനാ വേളയിൽ നിൻ്റെ ഹൃദയം കൂടെ അതിലൂടെ ചേർത്ത് വെക്കുക. ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ കർത്താവിങ്കിലേക്ക് മടങ്ങി വരിക. നിൻ്റെ വസ്ത്രം കീറണ്ട, ഹൃദയം ഒന്ന് നുറുങ്ങട്ടെ. മത്തായി 15:8 ഈശോ പറയുകയാണ്, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്, ഹൃദയം ഇവിടെയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ട് ദൈവത്തോട് ചേർന്ന് ഹൃദയം ദൈവത്തോട് അത്രമേൽ ആഴമായി ബന്ധിക്കപ്പെടട്ടെ. അവിടെ അനുഗ്രഹമുണ്ട്. രണ്ടാമതായി ഈശോ പറയുകയാണ്, ദാനധർമ്മം നടത്തുമ്പോഴും നീ വ്യത്യസ്തനാകണം. ദാനധർമ്മം ചെയ്യുമ്പോൾ സാധാരണ യഹൂദനും സാധാരണ പരിസരനും ഒക്കെ കാണിക്കുന്നത് പോലെ തെരുവീതിയുടെ കോണിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അനേകരുടെ കാണെ സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടി ദാനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നീ സൂക്ഷിക്കരുത്. യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ സുഹൃത്തുമാണ് ദാനധർമ്മം. അതായത് തോബിതിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10 വായിച്ച് നമുക്ക് മനസ്സിലാകും. തോബിതിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദാനധർമ്മം സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നൊരു വാചകം കിടപ്പുണ്ട്. ദാനധർമ്മം ഒരുവൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും എന്ന വാചകവും ബാക്കി നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദാനധർമ്മം നടത്തുന്നത്, ഒരു മനുഷ്യനെ സഹായിക്കുന്നത്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവനെ അരികിൽ ചെന്ന് സഹായിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന സൽപ്രവൃത്തിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കുന്ന സൽകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ യഹൂദനും വർഷങ്ങളായി ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും വരുത്താറില്ല. പക്ഷെ ക്രിസ്തു അതിന് വ്യക്തമായ ഒരു പൂർണ്ണത പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നല്ലൊരു കാര്യമാണ് ചെയ്യണത്, പക്ഷേ അത് ചെയ്യുന്ന രീതി ആ സൽകൃത്യത്തിൻ്റെ അനുഗ്രഹത്തെ തകർത്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് നീ ദാനധർമ്മം നടത്തുമ്പോൾ ഇടത് കൈ ചെയ്യണത് വലത്ത് കൈ അറിയരുത്. പ്രിയപ്പെട്ടവർ, ഇവിടെയും നമ്മൾ ചിലപ്പോൾ അതിവിദഗ്ധമായി വിജയിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പരാജയപ്പെടുന്ന ഒരു കാര്യം ഇതിനകത്ത് കിടക്കുന്നത്, നമ്മൾ ദാനം കൊടുക്കാറുണ്ട്, നമ്മൾ അനേകരെ സഹായിക്കാറുണ്ട്, നമ്മൾ ഒരു മനുഷ്യൻ്റെ സങ്കട സമയത്ത് ഓടിയെത്താറുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു, ആരും അറിയുന്നില്ല, നമുക്കും അവർക്കും ഒരുപാട് സന്തോഷമാണ്. പക്ഷേ നമ്മൾ സഹായിച്ചൊരു വ്യക്തി, നമ്മൾ പ്രത്യേകമായി സഹായവും ആവശ്യ നേരത്ത് ഒരു പരിഗണനയും കൊടുത്ത വ്യക്തി നമ്മളെക്കാൾ വളർന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെങ്ങോട്ട് മറന്നുപോയാൽ നമുക്ക് അത് വല്ലാതെ പൊള്ളിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു ബലഹീനതയാണ്, നമ്മളാൽ രക്ഷിക്കപ്പെട്ടവർ നമ്മളെ മറന്നു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഏത് സ്ഥലത്തും പോയിട്ട് പരാതി പറയും. ഒക്കെ കൊടുത്തത് ഞാനായിരുന്നു, ഇപ്പോൾ നമ്മളെയൊന്നും വലിയ ഗൗരവമില്ല. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മുടെ ദാനധർമ്മത്തിൻ്റെ കൃപ ചൊരുകയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കാതെ കൊടുക്കാനൊരു മനസ്സുണ്ടെങ്കിൽ കൊടുത്തവർ ഏത് നിലയിലെത്തിയാലും, കൊടുത്തവർ നമ്മളെ തിരിഞ്ഞ് പ്രതികരിച്ചാലും നമ്മുടെ മനസ്സിനെ അത് ബാധിക്കില്ല. അവിടെ ദാനധർമ്മം അതിൻ്റെ പൂർണ്ണത കൈവരിക്കുകയാണ്. നല്ല സമറായൻ്റെ കഥ പറയുമ്പോൾ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കൂടുതലായിട്ട് നീ എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരികെ വരുമ്പോൾ തരും. അങ്ങനെ ഒരു ഉറപ്പും വാഗ്ദാനവും തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എന്തെങ്കിലും അധികമായി ഈ മേഖലയിൽ ചെലവഴിക്കുന്നത് ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു പകരമായി, ഈ ഭൂമിയിൽ ഒരു തിരിച്ചുവരവായി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇതെല്ലാം കഴിഞ്ഞൊടുവിൽ വിശുദ്ധർക്കുള്ള പ്രതിഫലവുമായി അവൻ എന്നെ കാണാനെത്തുമ്പോൾ എനിക്ക് പ്രതിഫലമാകും. അതുകൊണ്ട് തന്നെ ദാനധർമ്മം എന്നൊരു വിഷയത്തിൽ, പ്രാർത്ഥന എന്നൊരു വിഷയത്തിൽ അവൻ ആഗ്രഹിക്കുന്നൊരു തനിമ, അവൻ ആഗ്രഹിക്കുന്നൊരു വ്യത്യാസം നീ പുലർത്തിയേ പറ്റൂ. വീണ്ടും ഒരു കാര്യം കൂടെ ക്രിസ്തു വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്, ഉപവാസം. ഉപവാസം എന്ന ആത്മീയ സുഹൃതം
തിരുസഭയുടെ പാരമ്പര്യത്തിലും പഴയ നിയമ ജനതയിലും ആഴപ്പെട്ട ഒരു സൽകൃത്യമാണ്. കാരണം ഉപവാസത്തിന് വളരെ വ്യക്തമായ ചില നേട്ടങ്ങളുണ്ട്. ഒരു മനുഷ്യനെ അത്രമേൽ ദൈവത്തോട് അടുപ്പിക്കാൻ ഉപവാസത്തിന് സാധിക്കും. ഒരു മനുഷ്യന് അവൻ്റെ ശരീരത്തിൻ്റെ ദുർവാസനങ്ങളെ വിജയിക്കാൻ ഉപവാസത്തിന് സാധിക്കും. അതുകൊണ്ടാണ് യഹൂദ ജനത ഉപവാസത്തെ ഗൗരവമായി എടുത്തിരുന്നു. ബൈബിൾ വായിക്കുമ്പോൾ മോശയുടെ ഉപവാസം, ദാനിയേലിൻ്റെ ഉപവാസം, ക്രിസ്തുവിൻ്റെ ഉപവാസം, ഇതൊക്കെ നമ്മൾ ഏറെ ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മീയ സുഹൃത്തത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. ആ കാര്യത്തിൽ നമ്മളൊരു വീഴ്ച വരുത്തരുത്. പക്ഷേ ഉപവസിക്കുമ്പോൾ അത് കർത്താവിൻ്റെ കണ്ണിൽ അത്ഭുതമായി തീരട്ടെ. ഉപവസിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ കണ്ണിൽ അപ്രസക്തമായിട്ട് മാറട്ടെ. അവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൃപയും ദൈവം ആഗ്രഹിക്കുന്ന അത്ഭുതകരമായ അഭിഷേകവും നമുക്ക് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു പരാജയം സംഭവിച്ചുകൂടാ. ഈ ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും ഒരു വിശ്വാസിയുടെ ആത്മീയ സുഹൃതങ്ങളിലെ അടിസ്ഥാനപ്പെട്ട ഈ 3 പുണ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഈശോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അതിൻ്റെ രഹസ്യാത്മകതയാണ്. ഈ പരിശുദ്ധ മണിക്കൂറിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മീയ കാര്യങ്ങളിലുള്ള രഹസ്യാത്മകതയിൽ നമുക്ക് എത്ര വളർച്ചയുണ്ട്. ഇന്നുവരെ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞും അറിഞ്ഞിട്ടില്ലാത്തൊരു പ്രാർത്ഥനാ ജീവിതം, ഇന്നുവരെ ഈ ഭൂമിയിൽ ദൈവമല്ലാതെ മറ്റൊരു മനുഷ്യനും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദാനധർമ്മം, ഒരു ആത്മീയ സൽപ്രവൃത്തി, ഇന്നോളം ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ലാത്തൊരു പരിത്യാഗ പ്രവൃത്തി, ഒരു ഉപവാസ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർത്തിയിട്ടുണ്ടോ? ഇന്നോളം ഒരു കുഞ്ഞും അറിയാത്ത ചില പുണ്യങ്ങൾ, ഇന്നോളം ഒരു കുഞ്ഞും അറിഞ്ഞിട്ടില്ലാത്ത ചില ആത്മീയ സുഹൃതങ്ങൾ, ഇന്നോളം ഒരു കുഞ്ഞും മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില ഉപവാസ രീതികൾ എന്നാണ് നമുക്ക് സ്വന്തമാവുക? മലയിലെ പ്രസംഗത്തിലും തുടർന്നുള്ള ക്രിസ്തുവിൻ്റെ മുഴുവൻ പ്രബോധനങ്ങളിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും പഠിച്ചാൽ നമുക്കറിയാം, ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനാ വിഷയങ്ങളിലും അവന് വ്യക്തമായ ചില രഹസ്യാത്മകത ഉണ്ടായിരുന്നു. അവൻ രാത്രി പ്രാർത്ഥിക്കാൻ പോയിട്ട് അവൻ ചെയ്ത തപചര്യകൾ എവിടെയും നമ്മൾ വായിക്കുന്നില്ലല്ലോ. സുവിശേഷങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അനേക വ്യക്തികളുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. നടപടി പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർണേലിയൂസ് എന്നൊരു വിശുദ്ധനായ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവനെക്കുറിച്ച് പറയുന്നത് അവൻ ദാനധർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവനായിരുന്നു. പക്ഷെ അവൻ എന്ത് ദാനധർമ്മം ചെയ്തുവെന്നോ അവൻ എന്ത് പ്രാർത്ഥനാ രീതികൾ അവലംബിച്ചുവെന്നോ നമുക്ക് വ്യാഖ്യാനങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യങ്ങളിൽ നീ പുലർത്തുന്ന രഹസ്യാത്മകത നിന്നെ ക്രിസ്തുവിനോട് ചേർത്ത് വളർത്തും, ക്രിസ്തുവിനോട് ചേർന്ന് ഉയർത്തും. അതുകൊണ്ട് വിശുദ്ധനാകാൻ ആഴപ്പെട്ട തപചര്യകളല്ല, അത്രമേൽ ആഴമായ ചില പുണ്യപ്രവൃത്തികളല്ല, അത്രമേൽ കഠിനമായ പരിത്യാഗങ്ങളല്ല, മറിച്ച് നിൻ്റെ വിശ്വാസ ജീവിതത്തിലെ ആധാരമായ ചില വിഷയങ്ങളിൽ നീ പുലർത്തേണ്ട ചില വ്യത്യസ്തതകളാണ്. ആരും അറിഞ്ഞിട്ടില്ലാത്ത ചില പുണ്യങ്ങൾ, ആരും കാണാത്ത ചില പ്രാർത്ഥനകൾ, ഹൃദയം നുറുങ്ങുമാറും ദൈവമേ എന്ന് വിളിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ഭാവം, അതെന്ന് നിനക്ക് കരഗതമാകുന്നോ ആ നിമിഷത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ നേർ സാക്ഷ്യമായി ക്രിസ്തു നിന്നെ ഉയർത്തും. ഈ സമയത്ത് അങ്ങനെ ഒരു കൃപയുണ്ടാകാൻ വേണ്ടി നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. അതിനുവേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ, അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ചില പ്രാർത്ഥനകൾ നമ്മൾ ആരംഭിക്കട്ടെ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ